ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലേ ആശാന്റെ നെഞ്ചത്തുനിന്ന് കേട്ടില്ലേ, അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എസ്പെഷ്യലി ക്ലീനിങ് കേട്ടാ. ഞാൻ ഒന്നുകിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അറ്റാൻ കണ്ടിട്ടേ ഇറങ്ങുള്ളൂ, അമ്മാതിരി ക്ലീനിങ് ആയിരിക്കും. അല്ലെങ്കിലോ ചെയ്യാൻ ഭയങ്കര മടിയാണ്. തുമ്പി മൈക്കിൽ കാര്യമായിട്ടുള്ള പാട്ട് പാടലാണ് കേട്ടാ. ഞമ്മക്കലമാരല്ലടാ, ഞമ്മക്കലമാരല്ലോ. ഞാനില്ലടാ. അതെ, ഈ അറിഞ്ഞില്ല, എന്റെ അച്ഛൻ ഇന്ന് തിരിച്ച് മാൽദീവ്സിലേക്ക് പോവുകയാണ്. ഈ അറിഞ്ഞ തുബിയെ, അച്ഛൻ ഇന്ന് മാൽദീവ്സ് പോവാ. അതോ പാക്ക് ചെയ്യുന്നു. പിന്നെ പണിക്കോണ്ടേ, എന്നെ സ്കൂളിൽ വിടണ്ടേ? വേണ്ടേ? അനക്ക് പഠിക്കണ്ടേ? നമുക്ക് പഠിക്കണം. അച്ഛൻ മാൽദീവ്സ് പോവാ തിരിച്ച്. കളിക്കണ കളിയല്ല തുമ്പിയെ. അച്ഛനോട് പണിക്ക് പോകണ്ടെന്നാണോ പറയുന്നേ? ഇന്ന് പോ, ഇന്ന് വൈകുന്നേരമായി. ആടോ പോയിക്കോട്ടെ. അല്ലൂസിന്റെ ഫ്യൂസ് പോയി. ആ, നിങ്ങള് പോവാണ് പറഞ്ഞിട്ട് ഓനൊരു വിശ്വാസം പോരാ. അല്ലൂട്ടാ, അച്ഛൻ പോണ്ടേ? എന്നാലല്ലേ മോന് സ്കൂളിലൊക്കെ പോവാൻ ഫീസൊക്കെ അടയ്ക്കണ്ടേ? വൈശാഖിന് തിരിച്ച് പോകാനായിട്ടില്ല കേട്ടോ. പക്ഷെ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും അല്ലൂൻ്റെയും തുമ്പിൻ്റെയും മൈൻഡ് സെറ്റ് എന്തായിരിക്കും ആലോചിച്ചിട്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ട് കേട്ടോ. എൻ്റെത് പിന്നെ സ്ഥിരമാണല്ലോ. ഏട്ടൻ അവിടെയുള്ള സമയത്ത് ബെഡ് സെറ്റ് ചെയ്യാൻ ഞാൻ പോകാറില്ല, അത് ഏട്ടൻ തന്നെ ചെയ്തോളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബെഡ് തിരിച്ചിടുന്നു, മറിച്ചിടുന്നു, ബെഡ്ഷീറ്റ് വിരിക്കുന്ന കാര്യമൊക്കെ ഏട്ടൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം അടിച്ചു വരുമൊക്കെ ചെയ്യാണ്. വൈദബൈ വൈശാഖ ഏട്ടൻ താടി മീശയൊക്കെ എടുത്ത് കളഞ്ഞു, നിങ്ങളത് ശ്രദ്ധിച്ചാവോ? അങ്ങനെ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇതും വെൽവെറ്റ് ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നമ്മൾ ഈ വെൽവെറ്റ് ടൈപ്പ് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നോർമൽ വാങ്ങിക്കാൻ കുറച്ച് മടിയായിരിക്കും, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അത്. അങ്ങനെ ഇതാ ഇവിടുത്തെ പണികൾ ഏകദേശം ഒതുങ്ങി. ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഏട്ടൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ. ഈ ബെഡിൽ നിറച്ച് ഡോൾസ് സെറ്റ് ചെയ്യുക. പണ്ട് തൊട്ടേ ഉള്ളതാ. എനിക്ക് ചില സമയം തോന്നുന്നു അയ്യോ സ്ഥലമല്ല ഇതൊന്നും വേണ്ടാന്ന്. പക്ഷേ വൈശാഖിന് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സന്തോഷമാവുള്ളൂ. അങ്ങനെ അവിടെ പണി ഒതുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അടുക്കളയിൽ കുറച്ചുകൂടെ പണി തീർക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാനും വന്നു കേട്ടോ. അമ്മ ചിക്കൻ കഴുകില്ല, അമ്മയ്ക്ക് ചിക്കൻ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തന്നെ കഴുകി കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴുകി കൊടുത്ത് അമ്മയ്ക്ക് കറി വെക്കാനുള്ളതൊക്കെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഞാൻ മുകളിൽ വന്നതാ റൂമൊക്കെ തുടക്കുകയാണേ. ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ റൂം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ റൂമൊക്കെ അതാ സെറ്റായിട്ടുണ്ട്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് റൂമിൽ നിന്ന്. എന്താണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. എൻ്റെ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കോർണറാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാറ്. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ ഏതാണ് ട്രൈപോഡ് യൂസ് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. അടിപൊളിയാണ് ഗൈസ്. എനിക്ക് 1.5 വർഷത്തിന് മുകളിൽ ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.